ടീച്ചറെ നമസ്കാരം. നമസ്കാരം. ഞങ്ങള് തുഷാരം ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പോൾ ടീച്ചർ ഇവിടെ ശ്രീ നടരാജ നൃത്താലയം ഒരു പേരുകേട്ട നൃത്താലയമാണ്. ബാലുശ്ശേരി വരുമ്പോഴൊക്കെ കാണുകയും കേൾക്കുകയും പലരും പറഞ്ഞും കേട്ടിട്ടുണ്ട്. എന്തായാലും സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞതിലും. കുറെ ആളുകളും കൂടെ ഉണ്ടോ, അല്ലെങ്കിൽ ഇത്ര ആളുകൾ മാത്രമേ ഉള്ളൂ? അല്ല, കുറെ ആള് പഠിക്കുന്നുണ്ട് സർ. കുറെ ആളുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചറെ പേരെന്താ? എന്റെ പേര് ഇന്ദിരാജി മാരാർ എന്നറിയപ്പെടുന്നു. കലാമണ്ഡലം ഇന്ദിരാജി മാരാർ എന്നാണ് ഫുൾ നെയിം. ഈ കലാമണ്ഡലം എന്ന് ചേർക്കുന്നത് എന്തിനാ? അവിടെ പഠിച്ചത് കൊണ്ടാണോ? കലാമണ്ഡലം എന്ന് പഠിച്ചത് കൊണ്ട്, പഠിച്ച് അവിടുന്ന് ഡിഗ്രി എടുത്തെങ്കിലാണ് നമുക്ക് ആ പേര് ചേർക്കാൻ കഴിയല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എത്ര ആളുകൾ ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും? ഇപ്പൊ ഒരു 19 ആളുണ്ട് ഇവിടെ. 50ഓളം സ്റ്റുഡൻസ് ഉണ്ട്. അത് വിവിധ ഏജ് ഉള്ള ആളുകളായിരിക്കും അല്ലേ? അതാ. മാഡം നമസ്കാരം. എന്തൊക്കെയാ മാഡത്തിന്റെ പേരെന്താ? ലളിത. എത്ര വയസ്സുണ്ട്? 56. റിട്ടയർഡ് ആണോ അതല്ല വീട്ടമ്മയാണ്? ഇവിടെ തന്നെ വീട്. അപ്പം ഈ കലയോടുള്ള ഭയങ്കര അതിയായ ആഗ്രഹം അല്ലേ, അതാണ് ഇവിടെ എത്തിച്ചത്. താങ്ക് യു. അങ്ങനെ വേണം. മാഡത്തിന്റെ പേരെന്താ? രഞ്ജന കുമാരി. ഓക്കെ. എത്ര വയസ്സാണ്? വയസ്സ് ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. 64. വെരി ഗുഡ്. ഈ ഏജിലും ആ കലയോടൊരു ഭയങ്കര താല്പര്യം അല്ലേ? അതാ എന്താ റിട്ടയർഡ് ഉദ്യോഗസ്ഥയാണോ? ഓ, വെരി നൈസ്. മാഡം അതുപോലെ തന്നെ ഞാൻ മാഡത്തിനോട് ചോദിക്കുകയാണ്, വയസ്സൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. 62. വീട്ടമ്മയാണോ? വെരി ഗുഡ്. ഖാദി തൊഴിലാളിയാണ്, വീട്ടമ്മയും കൂടാണ്. അപ്പൊ ഡാൻസ് പഠിക്കാൻ വന്നു അല്ലേ? വളരെ നല്ലൊരു ഇതാണ് കേട്ടോ. ഇപ്പൊ എന്ത് ഡാൻസാ പഠിച്ചോണ്ടിരിക്കുന്നത്? അങ്ങനെ ഉണ്ടല്ലോ, ക്ലാസിക്കല്, സെമി ക്ലാസിക്കല്, ഭരതനാട്യം എന്നൊക്കെ പറഞ്ഞോണ്ട്. ക്ലാസിക്കല്. ഓക്കെ. ഒരാളും കൂടെ ഉണ്ട് അല്ലേ? മാഡത്തിന്റെ പേര്? സിന്ധു. ഗവൺമെന്റ് സർവന്റ് ആണ്. എവിടെ വർക്ക് ചെയ്യുന്നത്? ഫാർമസിസ്റ്റ്. ഓക്കെ, വെരി നൈസ്. അപ്പൊ ഇന്ന് ജോലി ഒഴിവാക്കി വന്നതാണോ? എന്നിട്ട് വീട്ടിൽ പോലും പോവാതെ ഡാൻസ് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇവിടേക്ക് വന്നു അല്ലേ? അപ്പൊ ഏജ് കുറവാണെന്ന് തോന്നുന്നുണ്ട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ 35 ആണോ? ഓ, നൈസ്. അപ്പൊ ഏകദേശം ഊഹം റെഡിയാണ് എന്റെ. അപ്പൊ ടീച്ചറെ എത്ര വർഷമായി ഈ നൃത്താലയം നമ്മള്? ഇപ്പൊ ഒരു 40 വർഷമായി നൃത്താലയം കൊണ്ടുനടക്കുന്നത്. 40 വർഷം കൊണ്ട് ബാലുശ്ശേരി. ആദ്യം ബാലുശ്ശേരി മുക്കിലായിരുന്നു, പെട്രോൾ പമ്പിന്റെ ബാക്കില് ശ്രീ നടരാജ നൃത്താലയം എന്ന് പറഞ്ഞിട്ട് 30 വർഷം അവിടെ നിന്നു. പിന്നെ ഇപ്പം ഇവിടേക്ക് വന്നിട്ട് ഒരു 10 വർഷമായി. 10 വർഷം. ടീച്ചറെ വീട് എവിടെ? വീട് കൂട്ടാലിട. അപ്പൊ ഒരുപാട് എവിടെ? കൂട്ടാലിട അവിടെ നെല്ലൂർ എന്ന് പറയും. നടുവണ്ണൂർ റോഡ്. എന്നൻ കക്കാടിന്റെ സ്ഥലമുണ്ട്, കവി എന്നൻ കക്കാട്. ശരി. ടീച്ചർക്ക് ഇതിൽ എന്തെങ്കിലും പിന്നെ അവാർഡുകളൊക്കെ? അവാർഡ് കിട്ടിയിട്ടുണ്ട്. നൃത്തനാട്യ പുരസ്കാർ അവാർഡ് കിട്ടി, നാട്യ പുരസ്കാർ അവാർഡ് കിട്ടി, പിന്നെ കലാമിത്ര പുരസ്കാര്, കലാശ്രേഷ്ഠ പുരസ്കാര്, പിന്നെ 3ാം തവണയും കേന്ദ്ര ഗവൺമെന്റിന്റെ നാട്യഗുരു പുരസ്കാരം കിട്ടി. ഓ, 3ാം തവണയും കിട്ടി. അപ്പൊ നേരത്തെ പറഞ്ഞതെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റ് അവാർഡുകളാണോ? സംസ്ഥാന ഗവൺമെന്റിന്റെ ഉണ്ട്, പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ആണല്ലേ? അപ്പൊ ഒരുപാട് സന്തോഷം. ടീച്ചർ ഇപ്പൊ എത്രാമത്തെ വയസ്സിലാണ് ഇത് ചെയ്യുന്നത്? ഞാന് ഒരു 5ാമത്തെ വയസ്സ് തൊട്ട് തുടങ്ങി. ഇപ്പൊ എത്ര ഏജ് ആയി? ഇപ്പൊ എനിക്ക് 58 വയസ്സായി. അപ്പം ഏകദേശം 53 വർഷം കലയുമായിട്ടുള്ള ജീവിതമാണ് അല്ലേ? ഭയങ്കര ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. നമ്മള് ഒരു ആഗ്രഹിച്ച ലൈഫ് അല്ലേ? നമ്മളൊക്കെ അച്ഛനും ഒരു കലാകാരനായിരുന്നു. അച്ഛനാണ് ഈ കലാരംഗത്തേക്ക് ഇറക്കി. പിന്നെ വിവാഹം കഴിഞ്ഞ് പോയപ്പോ ഭർത്താവിന്റെ വീട്ടുകാരും ഗോവിന്ദകുട്ടിമാരാർന്ന് പറയും, ഉണ്ണീക്കെ മാരാർ ഒരു റേഡിയോ ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ അവരൊക്കെ തന്നെ കലാകുടുംബായിരുന്നു. അപ്പൊ ആ കുടുംബത്തിലേക്ക് ഞാനും ചെന്നു. അപ്പൊ എന്നെ കൂടുതൽ അവര് പഠിപ്പിക്കാൻ തുടങ്ങി, പഠിപ്പിച്ചു. ഈ ഇവിടെ വരെ എത്തിച്ച എന്റെ ഭർത്താവാണല്ലേ? ഇപ്പം ഭർത്താവ് എന്താ ചെയ്യുന്നത്? ഇപ്പം ഭർത്താവ് ഒരു 6 മാസമായി എന്നെ വിട്ടു പിരിഞ്ഞു പോയി. സോറി കേട്ടോ. കുട്ടികൾ 2 പേരുണ്ട്. ഒരാള് ഗണപതി ഗേൾസില് സംഗീതത്തിന്റെ അധ്യാപകനാണ്, രാകേഷ് ഐജി എന്ന് പറയും. പിന്നെ ശ്രീകേഷ് ഐജി ഗുരുവായൂർ അമ്പലത്തിലായിരുന്നു. ചെണ്ടേന്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി. ഇപ്പോ ഇവിടെ ഒരു സ്റ്റുഡിയോയില് വർക്ക് ചെയ്യുന്നു. ശരി. ഈ ക്ലാസ് ഡെയിലി ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ടോ? അധിക ദിവസം ഉണ്ടായിരുന്നു സാർ. രാവിലെ തൊട്ട് അല്ല, വ്യത്യസ്ത ബാച്ചുകളായിരിക്കും അല്ലേ? ബാച്ചുകൾ ഒരു 11:30 തുടങ്ങും. 11:30 തുടങ്ങും. സെപ്പറേറ്റ് ബാച്ചുകളായിരിക്കും. അതെ സാർ. അപ്പൊ ഒരു ബാച്ചിൽ എത്ര ആളുകൾ വരെ ഉണ്ടാവും? ഒരു ബാച്ചിൽ ഒരു 10 പേരുണ്ടാവും. 10 പേര്. ആയിക്കോട്ടെ.
ടീച്ചർ എന്തായാലും നിങ്ങളെ ഈ നൃത്താലയത്തിൽ വരികയും ഇവരെയൊക്കെ കാണുകയും ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം കലയോടുള്ള ഒരേ ഒരു അത്രയും ഇഷ്ടം കൊണ്ട് മാത്രമാണല്ലോ ഇത്ര ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് കുറച്ചുപേരെ വന്നിട്ടുള്ളൂ സാർ. ഇതിലൊക്കെ നൃത്തശില്പമുണ്ട്, നൃത്തസംഗീത നാടകമുണ്ട്, ഗാനമേള ട്രൂപ്പുണ്ട്, എല്ലാ അങ്ങനെ. അപ്പൊ ഇവരൊക്കെ അടുത്ത ഏതെങ്കിലും ഒരു സ്റ്റേജിലൊക്കെ നമുക്ക് പരിപാടികൾ പ്രതീക്ഷിക്കാം അല്ലേ? പ്രതീക്ഷിക്കാം സാർ. ഓക്കെ, ഒരുപാട് സന്തോഷം. അടുത്ത് തന്നെ ഉണ്ടല്ലോ, എങ്ങനെ അടുത്ത ദിവസം തന്നെ ഇവരെ പരിപാടി ഉണ്ട്. അടുത്ത ദിവസം പരിപാടി ഉണ്ട്, കരിമല അമ്പലത്തിൽ പരിപാടി ഉണ്ട്. ഓക്കെ, എന്തായാലും എല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങൾ നേരുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. സഞ്ജന മാഡം റിട്ടയർഡ് ആയതിനു ശേഷം ഡാൻസ് പഠിച്ചു അല്ലേ? റിട്ടയർ ആയതിനു ശേഷം 2020 ഡാൻസ് പഠിച്ചു. അപ്പം ഏതൊക്കെയാ ഐറ്റംസ് ഉണ്ടാവൂലേ ഇതിനകത്ത്? ഭരതനാട്യം, ആദ്യം ഭരതനാട്യം പഠിച്ച് ഒരു കൊല്ലം കഴിഞ്ഞപ്പം തന്നെ മൂകാംബിക പോയിട്ട് അരങ്ങേറി. അത് കഴിഞ്ഞ് പിന്നെ മോഹിനിയാട്ടം 2024 അതിന്റെ അരങ്ങേറ്റം കഴിഞ്ഞു. അതൊക്കെ എത്രാം വയസ്സിലാ ചെയ്തത്? 63 വയസ്സിൽ മോഹിനിയാട്ടം അരങ്ങേറ്റം ആണ്. പിന്നെ 61 വയസ്സിൽ ഭരതനാട്യം അരങ്ങേറ്റം. അടിപൊളി കേട്ടോ. ഒരുപാട് സന്തോഷം കേട്ടതിലും കണ്ടതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും ഒക്കെ തന്നെ. എന്തായാലും ഞങ്ങളൊക്കെ തന്നെ കലയെ സ്നേഹിക്കുന്ന ആളുകളാണ്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഞാൻ അത്യാവശ്യം എഴുതും, കവിത എഴുത്തെല്ലാം ഉണ്ട്. അതാണ് എനിക്ക് ഈ ഫീൽഡിലൊക്കെ ഭയങ്കര ഒരു താല്പര്യം. എന്തായാലും സന്തോഷം. ഓക്കെ.